What does a UX designer really do? എന്താണ് യഥാർത്ഥത്തിൽ ഒരു യു എക്സ് ഡിസൈനർ ചെയ്യുന്നത്? യു എക്സ് ഡിസൈനർ ഈ വേർഡ് കേൾക്കുമ്പോൾ പലർക്കും മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? സ്ക്രീൻ ഡിസൈൻ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ കളേഴ്സ് ചൂസ് ചെയ്യുന്ന ഒരാൾ. പുതിയതായി യു എക്സും യു എ ഒക്കെ പഠിക്കാൻ വരുന്ന പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. യു എക്സ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സ്ക്രീൻ ഡിസൈൻ ചെയ്യുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു യൂസറിനെ കുറിച്ചുള്ള തിങ്കിങ് ആണ്. അതായത് ആരാണോ ഒരു അപ്ലിക്കേഷനോ വെബ്സൈറ്റോ പ്രൊഡക്ട്സുകളോ അത് യൂസ് ചെയ്യുമ്പോൾ ആ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് കുറിച്ചുള്ള തിങ്കിങ് ആണ്. 2026 യു എക്സ് ഡിസൈനേഴ്സിന്റെ റോള് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് യു എക്സ് ഡിസൈനർ 2026 ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. സോ ലെറ്റ്സ് jump straight to the topic. യു എക്സ് ഡിസൈനർ. ഈ യു എക്സ് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം യു എക്സ് ഒരിക്കലും വിസിബിൾ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങളൊരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പറയാറില്ല വാവ് ബെറ്റർ യു എക്സ്. പറയാറുണ്ടോ? ബട്ട് കൺഫ്യൂസ്ഡ് ആയാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഈസി ആയിട്ട് നോട്ടീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ യു എക്സ് ഡിസൈനർ എന്താണ് ചെയ്യുന്നത് പല ബിഗിനേഴ്സിനും മനസ്സിലാകില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യു എക്സ് ഡിസൈൻ മീൻസ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ. ആ വേർഡിൽ തന്നെയുണ്ട് ശരിക്കുള്ള മീനിങ്. യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണോ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അയാളെയാണ് യൂസർ എന്ന് പറയുന്നത്. അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഡിസൈനർ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഫസ്റ്റ് ടൈം ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തുടങ്ങി അതിൻ്റെ ഗോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നത് വരെ, അതായത് ആ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് വരെയുള്ള എല്ലാം യു എക്സ് ആണ്. അതായത് ആ ആപ്ലിക്കേഷൻ ഒരു യൂസർ ഹാപ്പി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആവുന്നുണ്ടോ, ഇതെല്ലാം യു എക്സ് ഡിസൈനർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു യു എക്സ് ഡിസൈനർ ചെയ്യുന്നത് ഒരു ഡിസൈൻ ടൂൾ ഓപ്പൺ ചെയ്ത് സ്ക്രീൻസ് ഡ്രോ ചെയ്യുന്നത് മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ അതായത് അവൻ അല്ലെങ്കിൽ അവൾ ഒരു ആപ്ലിക്കേഷനുമായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് രീതിയിലാണ് തിങ്ക് ചെയ്യുന്നത്. അതായത് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിൽക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ആ ഒരു ബട്ടൺ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിലെ സ്റ്റെപ്സ് അൺനെസസറി ആണോ, എന്ത് ഇമോഷനിലായിരിക്കും ആ വ്യക്തി ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഒരു മോർണിംഗ് ടൈം ഓഫീസിൽ നിന്നുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഔട്ട്സൈഡ് നിന്നുകൊണ്ടായിരിക്കുമോ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. കൈൻഡ് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്ന, ലൈക്ക് ഒരു പ്രോബ്ലം സോൾവർ ആയിട്ടാണ് യു എക്സ് ഡിസൈനറിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് 2026 ഒരു യു എക്സ് ഡിസൈനർ ഡെയിലി ചെയ്യാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ എന്താണെന്ന് നോക്കാം. അതായത് ഒരു പ്രൊജക്റ്റിലേക്ക് ഒരു യു എക്സ് ഡിസൈനർ അസൈൻഡ് ആയി കഴിഞ്ഞാൽ അയാൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ആ പ്രൊജക്റ്റിന്റെ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ യൂസർ ആരാണ് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും എടുക്കുന്നത്. അതായത് യൂസേഴ്സിനെ ഒബ്സർവ് ചെയ്യും. കാരണം എന്ത് തരത്തിലുള്ള ഒരു പ്രോബ്ലമാണ് അവർ ഫേസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്തിട്ട് ഒരു ബെറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക. കൈൻഡ് ഓഫ് തിങ്കിങ് ആയിരിക്കും അവരുടെ എപ്പോഴും ഒരു പ്രൊജക്റ്റിൽ ഫസ്റ്റ് തന്നെ ഉണ്ടായിരിക്കുന്നുണ്ടാവുക. സെക്കൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. അതായത് അവർ കൊടുത്തിട്ടുള്ള ഒരു സൊല്യൂഷനിങ് നമ്മൾ ക്ലയൻറ്റിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിന് ഒരു ഫീഡ്ബാക്ക് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ചിലപ്പോൾ റിവ്യൂസ് ഉണ്ടായിരിക്കാം, കമൻസുകൾ ഉണ്ടായിരിക്കാം, സർവേസുകൾ ഉണ്ടായിരിക്കാം. ഇത് മുഖേനയായിരിക്കും മിക്കവാറും ഇവർ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. തേർഡ് എന്ന് പറയുന്നത് ഐഡിയാസുകൾ സ്കെച്ച് ചെയ്യുന്നതാണ്. കാരണം അവർ കൂടുതൽ യു എക്സ് ഡിസൈനേഴ്സുകളും പേപ്പറിൽ ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും കൂടുതലും അവരൊരു ലോ ഫിഡലിറ്റി വയർ ഫ്രെയിം അല്ലെങ്കിൽ മിഡ് ഫിഡലിറ്റി വയർ ഫ്രെയിം ഓർ ഹൈ ഫിഡലിറ്റി വയർ ഫ്രെയിംസ് ഒക്കെ എല്ലാം ഉണ്ടാക്കുന്നത്.
ഫോർത്ത് പോയിന്റ് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീമിന്റെ കൂടെ ഡിസ്കസ് ചെയ്യുക. അതായത് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയും. നമ്മളുടെ ഒരു ഡെവലപ്പേഴ്സിനായിട്ടും പ്രൊഡക്റ്റ് മാനേജേഴ്സുമായിട്ടും ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഒരു ബ്രെയിൻ സ്റ്റോമിംഗ്. കാരണം എല്ലാവർക്കും ഡിഫറെന്റ് ഐഡിയാസ് ഉണ്ടായിരിക്കും, ഡിഫറെന്റ് പെർസ്പെക്റ്റീവുകളായിരിക്കും. കാരണം ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചിലപ്പോൾ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. സോ അവിടെ ടീം വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം യു എക്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ജോബ്, ഹീറോ ജോബ് ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ, അതൊരു ടീം വർക്കാണ്. സോ ഇത് തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ കമ്പനിയിലും ഒരു യു എക്സ് ഡിസൈനറിന്റെ ഡെയിലി ജോബ് എന്ന് പറയുന്നത്. യു എക്സ് ഡിസൈനർ ആൻഡ് യു ഐ ഡിസൈനർ, ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കുള്ള ഒരു കോമൺ ഡെപ്റ്റ് ആണ്, യു എക്സ് ഡിസൈനറും യു ഐ ഡിസൈനറും സെയിം റോൾ ആണോ ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അല്ല. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യു എക്സ് ഡിസൈനേഴ്സ് ചിന്തിക്കുന്നത് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതാണ്. അതായത് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ യു ഐ ഡിസൈനേഴ്സ് ചിന്തിക്കുന്നത് ഹൗ ഇറ്റ് ലുക്സ്. കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നിങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ വെബ് ആപ്ലിക്കേഷനോ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു എക്സ് എപ്പോഴും വിസിബിൾ ആയിരിക്കില്ല. യു എക്സ് ഡിസൈനേഴ്സ് ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻസുകളെല്ലാം, അതായത് യൂസറിനെ ബിസിനസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യലും അതനുസരിച്ച് സൊല്യൂഷൻസുകൾ കൊടുക്കുന്നതും ചെയ്യുന്നത്. വൺസ് ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ, ഒരു ക്ലയന്റിന് വയർ ഫ്രെയിംസുകൾ, അതായത് ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു യു ഐ ഡിസൈനറിന്റെ കൈകളിലേക്ക് എത്തും. യു ഐ ഡിസൈനേഴ്സ് ആണ് എപ്പോഴും ആ ഡിസൈൻ, അതായത് ആ ഒരു ആപ്ലിക്കേഷന്റെ കളേഴ്സുകൾ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ടുകൾ, അലൈൻമെന്റുകൾ, ഷെയ്പ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്ന വ്യക്തികൾ യു ഐ ഡിസൈനേഴ്സുകളാണ്. കാരണം അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷന്റെ ലുക്ക് ആൻഡ് ഫീലിലേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും യു ഐ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ളത്. ഒരിക്കലുമല്ല. യു ഐ എന്ന് പറഞ്ഞാൽ ദർ ആർ സം സർട്ടൻ പ്രിൻസിപ്പിൾസ്. കാരണം നിങ്ങൾ ഓരോ റീജിയന് അനുസരിച്ചും ഓരോ കളേഴ്സുകൾക്ക് ഓരോ ഇമോഷൻസുകളുണ്ട്. അതുപോലെ തന്നെ ഷെയ്പ്സുകൾക്ക് ഓരോ ഷെയ്പ്സുകൾക്ക് ഓരോ ലോസ് ഉണ്ട്. ഇങ്ങനെ പല ലോസുകളും യൂസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഒരു യു ഐ തന്നെ ഡിസൈൻ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത ഒരു ഇതിൽ ചെയ്യുന്നുണ്ട്. സോ അവിടെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, അതിൻ്റെ യു എക്സ് ബാഡ് ആയാലും അതുപോലെ യു ഐ ബ്യൂട്ടിഫുൾ ആയാലും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യൂ? ചെയ്യില്ല. മിക്ക യൂസേഴ്സും അങ്ങനെ തന്നെയാണ്. അവർക്ക് ആ ആപ്ലിക്കേഷൻ എത്രത്തോളം ബെറ്റർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നോ, കാരണം അവരുടെ എന്ത് ടാസ്കിനാണോ നമ്മൾ ആ ആപ്ലിക്കേഷനിലേക്ക് വരുന്നത്, ഇപ്പം നമ്മളൊരു ഒരു സിനിമ ബുക്ക് ചെയ്യാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ബുക്കിംഗ് പ്രോപ്പറായിട്ടും വളരെ ഈസി ആയിട്ടും അയാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ അവർ വീണ്ടും വീണ്ടും യൂസ് ചെയ്യും. ഇപ്പം ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞത് സക്സസ് ആവാനുള്ള കാരണം തന്നെ അത് തന്നെയാണ്. കാരണം യൂസേഴ്സിന് എത്രത്തോളം ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഒരു യൂസർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ ആപ്ലിക്കേഷന്റെ വിജയം. സോ യു എക്സ് ഈസ് എ ഫൗണ്ടേഷൻ, യു ഐ ഈസ് എ ഡെക്കറേഷൻ. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യാറുണ്ടോ എവിടെ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണായിരിക്കും ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവുക? എനിക്ക് തോന്നുന്നു ഇല്ല. കാരണം അത്രയും സിംപ്ലിഫൈഡ് ആണ് അതിൻ്റെ യു എക്സ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബിക്കോസ് നിങ്ങളെ ആ യു എക്സ് ഓൾറെഡി ഗൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഗുഡ് യു എക്സ്. കാരണം യൂസറിനെ ഗൈഡ് ചെയ്യുക വിത്തൗട്ട് എനി ഇൻസ്ട്രക്ഷൻ, അതാണ് ഒരു നല്ല ആപ്ലിക്കേഷന്റെ ലക്ഷണം എന്ന് പറയുന്നത്. സോ വൈ യു എക്സ് ഈസ് ക്രിട്ടിക്കൽ ഇൻ 2026? എന്തുകൊണ്ടാണ് യു എക്സ് 2026 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? 2026 ഒരുവിധം എല്ലാ യൂസേഴ്സിനും പേഷ്യൻസ് വളരെ കുറവാണ്. ഒരു ആപ്ലിക്കേഷൻ സ്ലോ ആണെങ്കിൽ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അവർ 2 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യും. ബിക്കോസ് കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് വേറെ ഇതേ ഫീച്ചറുള്ള വേറൊരു ആപ്ലിക്കേഷൻ അവർക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഇപ്പോഴും പറയുന്നത് യു എക്സ് എന്ന് പറയുന്നതും യു എക്സ് ഡിസൈനേഴ്സ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ദെയർ ഓഫ് ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ട്. കാരണം അത് നല്ല രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. ഇഫ് യു എക്സ് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ അത് ഓവറോൾ ആ ആപ്ലിക്കേഷനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഒരുപാട് ജോബ് സാധ്യതയുള്ള ഒരു ഡെസിഗ്നേഷനാണ് യു എക്സ് ഡിസൈനർ എന്ന് പറഞ്ഞത്. സോ നിങ്ങളൊരു യു എക്സ് യു ഐ ഡിസൈൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ
ആർക്കൊക്കെയാണ് ഈ ജോലി സൂട്ടാവുമെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു യൂസറിനെ, അതായത് ആരാണോ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ, ആ വ്യക്തിയുടെ എല്ലാവിധ രീതിയിലുള്ള, അതായത് അയാളുടെ ഇമോഷൻസുകളും അയാളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുകളും ഏജ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഒരു വ്യക്തിനെ മനസ്സിലാക്കണമെങ്കിൽ. അങ്ങനെ മനസ്സിലാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ, അതുപോലെ ടെക്നോളജി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടമാണെങ്കിൽ UX നിങ്ങൾക്ക് സൂട്ട് ആവുന്നതായിരിക്കും. കാരണം നല്ലൊരു വിഷ്വൽ ഡിസൈൻ അല്ലെങ്കിൽ ഡ്രോയിങ് എക്സ്പെർട്ട് ഒന്നും ആണെന്നില്ല. തിങ്കിങ് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് UX ഡിസൈനിങ് പഠിക്കാം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഈ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് വരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു UX ഡിസൈനർ എന്താണ് ചെയ്യുന്നത്, ആ UX ഡിസൈനറുടെ ഡെയിലി ജോബ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് ആണ് അയാൾ ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു UX ഡിസൈനർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ ഇന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ UX ടോപ്പിക്സ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫോളോ മീ. നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോയുമായി അടുത്തതിൽ കാണാം. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ UX UI ജീനിയസ് സൈനിങ് ഓഫ്. വീണ്ടും കാണാം.